ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ കാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കുഞ്ഞു കാറുകളില്ലേ, അതിൻ്റെ റേസിങ്. അത് നമ്മുടെ മുതലാളിയുടെ മോൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ കൊണ്ടുപോകാൻ വിളിച്ചു പറഞ്ഞു. 7 മണിക്കാണ്ട് അവിടെ എത്തണം. അപ്പം ഞാനിപ്പം കറക്റ്റ് 6:26 ഇവിടുന്ന് അവനെ എടുത്ത് ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ അവിടെ ആയിട്ട് പോകും. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ത് സംഭവിച്ചാൽ നമ്മൾ എപ്പോഴും പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഒന്ന് ചോദിച്ച് നോക്കാം, പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. അത് സമ്മതിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. കാരണം എന്താ സംഭവിച്ചാൽ റോഡ് സൈഡ് കണക്ക് തന്നെ കാണാനൊക്കെ. അതായത് നമ്മളൊരു വീഡിയോക്ക് എടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ്. കാരണം ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല അകത്തോട്ട് കയറാനായിട്ട്. എപ്പോഴും വണ്ടിയും പോകുന്നതും വരുന്നത് അതുകൊണ്ട്. അപ്പം എടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് തരാം. എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. കാരണം പയ്യനെ എടുക്കാണ്ട് അവിടുന്ന്. ഇതാണ് നമ്മളെ മുതലാളിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. പിന്നെ അങ്ങോട്ട് ഹൈവേയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം വണ്ടി ഓടിക്കുമല്ലേ, അതിനുള്ള സെറ്റപ്പ് എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ സെറ്റപ്പൊക്കെ ആക്കണം. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുപ്പൊക്കെ നിർത്തിയത്, കാരണം സമയമില്ല ഒന്നാത്തവർ. അപ്പോൾ ഞാൻ എന്തായാലും പരമാവധി ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഉണ്ട്, അത് കടലാണ് നേരെ കാണുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. ഉണ്ട്, ബഹ്റൈൻ ഇൻ്റർനാഷണൽ കാർട്ടിംഗ് സർക്യൂട്ട് എന്നും പറഞ്ഞു. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിച്ചു തരാം. 28 കിലോമീറ്റർ ഉണ്ട്. 25 മിനിറ്റ് മതി ഓടിയെത്തും വണ്ടി. പത്ത് മണിക്ക് തുറക്കത്തുള്ളൂ. രാവിലെ എന്തോ ടൂർണമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആ പോകുന്നതാണ് നമ്മളെ മുതലാളിയുടെ മോൻ. ഇതാണ് കാർട്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി, ഹൈബ്രിഡ്. ഇതാണ് ഞാൻ കണ്ട കാർട്ടിങ്. ഈ കാണുന്നതാണ് കാർട്ടിങ്. ഇത് കണ്ട, അതാണ് ചുവപ്പ്. അതാണ് കാർട്ടിങ് എന്ന് എഴുതിയിരിക്കുന്നത്. ഉണ്ട്, ഇതുവരെ പ്രാക്ടീസും തുടങ്ങിയിട്ടില്ല ആരും. വണ്ടികളവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. വണ്ടി പണിയുന്നതൊക്കെ കാണാം. അതുകൊണ്ട് ആ ഭാഗത്ത് മെയിൻ്റെനൻസ് നടക്കുക. ആ കാറിൻ്റെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടി. അകത്തോട് ചെല്ലാൻ പറഞ്ഞ് കാറ് കാണിച്ചു തരാമെന്ന്. വണ്ടി പണിയുന്നതൊക്കെ എന്താ 2025-2026 ബഹ്റൈൻ റോടെക്സ് മാക്സ് ചലഞ്ച്. ഇനി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കണം, ഇതിലേ കയറേണ്ടതെന്ന്. അതിനുശേഷം വണ്ടി പാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരാൾ പറഞ്ഞ് പോവാന്ന്, രണ്ടാമതൊന്ന് ചെല്ലാൻ പറ്റില്ല, അത് പ്രൈവറ്റ് ഏരിയയാണ്. ആദ്യത്തെ ഒരാൾ പറഞ്ഞായിരുന്നു അങ്ങോട്ട് ചെല്ല് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അങ്ങനെ അലോഡില്ല, അങ്ങനെ ആണെങ്കിൽ നിനക്ക് കയറി എടുക്കാം, പക്ഷെ അത് നിന്റെ ഉത്തരവാദിത്വം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇനി പോലീസാണ് പിടിച്ചിട്ട് പോയാലോ. അതിനല്ല നമ്മളെ കാറിൽ കയറി ഇരിക്കുക, കാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ട് മാറി നിന്ന് വീഡിയോകൾ എടുക്കുക. ഇപ്പം ഇതുവരെ കാർട്ടിങ് തുടങ്ങിയില്ല. സാറിന് 7 മണിക്ക് തുടങ്ങുന്നത്, ഇപ്പോൾ 7:06 കണ്ട, 7:06 ഇപ്പോഴും ഇവിടെ അനാഥമായി കിടക്കുക. സാറിന് ഈ സമയത്ത് 7 മണിക്കൊക്കെ ഓട്ടം തുടങ്ങുന്നത് അവർ. ഇന്നെന്താ പറ്റിയെന്നറിയാൻ വയ്യ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി. ഒരു വണ്ടി ഓടി തുടങ്ങി. അവിടെ ഒരു വണ്ടി ഒരു പയ്യൻ കൊണ്ടുവന്നിട്ട് ഓടിക്കുന്നത് തോന്നുന്നു. ഇനിയിപ്പം തുരുതുര വണ്ടി വരുമ്പോഴത്തേക്ക് മിനിമം 7:30 തോന്നുന്നു. ഇത്ര നേരത്തെ അനക്കമില്ല, ആവിയില്ല. ചുമ്മാ നമ്മളിവിടെ പിടിച്ചിരുത്തി. ഒരു പറഞ്ഞ് 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. മുതലാളി റിയാദ് എന്ന് വിളിച്ച് പറഞ്ഞത്. ഈ വണ്ടികളിൽ ഒഴിക്കാൻ വെച്ചിരിക്കുന്ന പെട്രോൾ ആയിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വണ്ടികൾ. ഇനിയുണ്ട്, ഇവിടെ സ്റ്റാർട്ടിങ്ങിലേ കിടക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ ചാടി കയറാൻ നിൽക്കുന്ന പയ്യനാണ് നമ്മളെ മുതലാളിയുടെ. ഏത് വഴി കയറണമെന്ന് അവനാണ് കൂടെ. ചാടി കയറി എന്തായാലും ഇപ്പോൾ പറമ്പിക്ക് ഈ മഞ്ഞ ഇട്ടിട്ട് പോകുന്നുണ്ടോ. ഇതിന് ലാസ്റ്റ് പോകുന്ന കേട്ടോ. ഇതിൽ ആദ്യമേ ലാസ്റ്റായിരുന്നു, പിന്നെ അങ്ങ് പറന്ന് ഫ്രണ്ടിൽ കയറി.
ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടോ? ഇതിന് മുകളിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്മുടെ മോലാളുടെ മോൻ, താഴെ വേറെ പയ്യന്മാരുണ്ടോ, ഒരു പെങ്കൊച്ചും ഉണ്ട് ഇതിനിടയിൽ. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 4 പേരാണ് ഇപ്പോൾ ഓടുന്നത്. ഓരോരുത്തർക്കും ടൈം വെച്ചിട്ടുണ്ട്. ഇത്ര ടൈമിനനുസരിച്ച് തിരിച്ചെത്തിക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടുന്ന് ആശാൻ പോയി വിളിച്ചോണ്ട് വരും അവരെ. ആശാൻ ഇപ്പോൾ ഒരു സ്കൂട്ടറായിട്ട് ഇവിടുന്ന് പറക്കും ഇപ്പം. അങ്ങനെ പുറകെ കിടന്ന കവിയുടെ മോൻ മുന്നിലെത്തി കേട്ടാ. ഞാൻ പറന്നു പോയി ഇറങ്ങി. എങ്ങോട്ട് പോയെന്ന് കാണാൻ പറ്റില്ല. ഇപ്പം കുറച്ച് പിള്ളേരേ ഉള്ളു. ഇന്ന് എന്തോന്ന് അറിയാൻ പറ്റും. സാറിന് ഈ സമയത്തൊക്കെ വന്നാൽ ഭയങ്കര ആളായിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ ആൾ കുറവാണ്. അതുപോലെ ഇന്ന് പീക്കിരി പിള്ളേരെ വന്നില്ല. നല്ല രസമുണ്ട് പിള്ളേരെ ഓടിക്കുന്ന കാണിക്കാൻ.